ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും തനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്നും നമ്മളൊരു പാചക വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് കറി, ചിക്കൻ കറി എന്നൊക്കെ പറയുമ്പോൾ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള ചേരുവകളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ബീഫ് കറിക്കും ചില പ്രത്യേകതകളുണ്ട്. അത് ഈ ഒരു പാചക വീഡിയോ മുഴുവനായിട്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഇതാ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള നമ്മൾ അരിഞ്ഞൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിൽ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. എണ്ണ ലേശം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്കിതാ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ബീഫ് അരിഞ്ഞ് വൃത്തിയാക്കി നമ്മളിവിടെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയൊന്ന് വഴണ്ട് വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട്. സവാള നമ്മളിങ്ങനെ അടുപ്പിലിട്ട് മൂപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പെരിഞ്ചീരകം എന്നിവ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. തൽക്കാലം നമുക്കിതൊന്ന് അടച്ച് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി സവാള മൂത്തതിന് ശേഷം വേണം നമുക്കതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ. സവാള ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത സാധനം അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അതും ഒന്നിനി വാടി വരേണ്ടതുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ അടിയിൽ പിടിക്കാതിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ച് അതിലേക്ക് തക്കാളി അരിഞ്ഞിടുക. അതുപോലെ തന്നെ മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. 2 തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇപ്പോൾ അരച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഈ സവാള വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സവാളയും നമ്മൾ നേരത്തെ ചേർത്ത സാധനങ്ങളും എല്ലാം കൂടെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് പൊടി ഐറ്റംസുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. പൊടി ഐറ്റംസിൽ നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ മീറ്റ് മസാലയാണ്. പൊടികളെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയും നമ്മൾ അരച്ച് ചേർത്ത മറ്റ് സാധനങ്ങളും ഇപ്പോൾ ചേർത്ത പൊടി ഐറ്റംസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഒരല്പം കൂടി വേണ്ടി വരുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് ഇച്ചിരി കൂടി നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വീണ്ടും കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും മല്ലിയിലയുമാണ്. അത് അടിച്ചു വെച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എല്ലാ ചേരുവകളും നമുക്ക് എല്ലാ ഭാഗത്തും പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറയുന്നത്. അടിയിലൊന്നും ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. നമ്മൾ സിമ്മിലാണ് ഇത് വെച്ചിരിക്കുന്നത്, അടുപ്പ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. കഴുകി വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ ഈ ഒരു അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ ബീഫിലേക്ക് ഈ ഗ്രേവി മുഴുവനായിട്ടും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് നമ്മുടെ ഗ്രേവി പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇറച്ചി വെളുത്തിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കേണ്ട, ഒരല്പം കുറുകിയിരിക്കുന്നതാണ് ബീഫ് കറിക്ക് നല്ലത്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഒരല്പം കൂടെ ഉപ്പിടേണ്ടി വരും. അങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലാ ഭാഗത്തും പിടിക്കണം.
ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയെടുത്ത് അടച്ചു കൊടുക്കാം. സ്വിമ്മിൽ വെച്ച് ഏകദേശം ഒരു 5 വിസിൽ അടിക്കേണ്ടി വരും. വേകാത്ത ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിസിൽ അടിക്കേണ്ടി വരും. എന്തായാലും നമ്മൾ അടുപ്പ് സ്വിമ്മിൽ വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുകയാണ്. സംഭവം ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളൊരു ബൗളിലേക്ക് സെർവ് ചെയ്തെടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് കറിയാണ് നമ്മളിന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഇറച്ചിക്കറി അല്ലെങ്കിൽ ബീഫ് കറി എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.